മാങ്കൂട്ടം തെറ്റുകാരനല്ല, സത്യം തെളിയുമെന്നാണ് പത്മജ പറഞ്ഞു വെക്കുന്നത്. അതായത് കോൺഗ്രസുകാർ മനഃപൂർവ്വം ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കണ്ണിൽ പൊടിയിടാനാണ് സസ്പെൻഷൻ നാടകം കളിച്ചതെന്ന്. കുറെ നാൾ കഴിയുമ്പോൾ മാങ്കൂട്ടം തെറ്റുകാരനല്ല എന്നും പരാതി നൽകിയ സ്ത്രീകൾ തെറ്റുകാരാണെന്ന് പറഞ്ഞു വരുമെന്നും പറയുമെന്നാണ് പത്മജയുടെ വാദം. എന്തായാലും സത്യം പുറത്തു വരട്ടെ എന്നാണ് പത്മജയുടെ വാക്കുകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട എന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിനെ വിമർശിച്ചാണ് BJP നേതാവ് പത്മജ വേണുഗോപാൽ രംഗത്തെത്തിയത്. ഇന്നലെ 3 മണിവരെ രാജിവെക്കണമെന്ന് പറഞ്ഞവർ അതിനുശേഷം നിലപാട് മാറ്റിയെന്ന് ചൂണ്ടിക്കാണിച്ച പത്മജ വേണുഗോപാൽ ആരുടെ ഫോൺ കോൾ വന്നിട്ടാണ് അവർ അങ്ങനെ ചെയ്തതെന്നും ചോദിച്ചു. ആരാണ് സമ്മർദ്ദം ചെലുത്തിയതെന്ന ചോദ്യവും പത്മജ ഉന്നയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പരാതിയൊക്കെ നന്നായി വന്നിട്ടുണ്ടെന്നും അത് പലരുടെയും കയ്യിലുണ്ടെന്നും പത്മജ വ്യക്തമാക്കി. തനിക്കും പലതും അറിയാമെന്നും തന്നോട് പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും പത്മജ വെളിപ്പെടുത്തി. ഇതിൽ ഒരു അന്വേഷണ കമ്മീഷനെ ഇനി രൂപീകരിക്കും, അതോടെ എല്ലാം അവസാനിക്കും. പെൺകുട്ടി VD സതീഷിന് പരാതി നൽകി എന്ന് പറഞ്ഞ് അതിൽ എന്ത് നടപടിയാണ് ഉണ്ടായത് എന്നും പത്മജ ചോദിച്ചു. തങ്ങളുടെ തടി രക്ഷിക്കണം എന്ന് മാത്രമേ എല്ലാവർക്കുമുള്ളൂ. ഇതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഏത് സ്ത്രീക്കാണ് മാന്യമായി അവിടെ ചെന്ന് കയറാൻ കഴിയുക? സ്ത്രീകൾ ഇനി എങ്ങനെയാണ് MLAയെ കാണാൻ പോവുകയെന്നും പത്മജ ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടെന്നും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആളുണ്ടെന്നും പത്മജ ചൂണ്ടിക്കാണിച്ചു. രാഹുൽ ഗാന്ധി വന്നു പറഞ്ഞാൽ പോലും നടപടി ഉണ്ടാകില്ല. പരാതി പറഞ്ഞവർ മോശക്കാരും തെറ്റുകാരും വിശുദ്ധരുമാകും. അതാണ് കോൺഗ്രസ് പാരമ്പര്യമെന്നും പണ്ടെന്നും അങ്ങനെയല്ലായിരുന്നുവെന്നും പത്മജ ചൂണ്ടിക്കാണിച്ചു. K മുരളീധരൻ മാത്രമാണ് രാഹുൽ വിഷയത്തിൽ എന്തെങ്കിലും ഒന്നും പറഞ്ഞതെന്നും ബാക്കി ആരും ഒന്നും മിണ്ടിയിട്ടില്ല എന്നും പത്മജ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടില്ല എന്ന് BJP പറഞ്ഞിട്ടുണ്ട്. രാജി വേണ്ടെന്ന് തീരുമാനിക്കാൻ അതൊന്നും അല്ല കാരണം. പലരുടെയും തല പോകുമെന്നതാണ് കാരണം. രാഹുലിന്റെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് കുറെ നാളായി കേട്ടു തുടങ്ങിയിട്ട്. കേരളത്തിലെയും ഡൽഹിയിലെയും നേതാക്കളാണ് രാഹുലിനെ സംരക്ഷിക്കുന്നതെന്നും പത്മജ കുറ്റപ്പെടുത്തി. രാഹുൽ രാജിവെക്കരുത് എന്നാണ് CPMന്റെ ആവശ്യമെന്നും പത്മജ പറഞ്ഞു. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് അവരുടെ ആഗ്രഹം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ CPMന് ഗുണമുണ്ടാകില്ല എന്നവർക്കറിയാം. കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് ധാരണയുണ്ട്. എല്ലാം ഒന്നും തുറന്നു പറയാൻ കഴിയില്ല. പണ്ടൊക്കെ 1-2 ഗ്രൂപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഗ്രൂപ്പാണെന്നും പത്മജ കുറ്റപ്പെടുത്തി. ചെറിയൊരു തുടക്കമായിട്ട് പലരും വീഴും. എൻ്റെ ഒരു കേട്ടറിവനുസരിച്ചാട്ടോ അദ്ദേഹം പറഞ്ഞു എന്നാ പറയണേ, ഞാൻ പോവുകയാണെങ്കിൽ 2-3 പേരുടെ തലയും കൊണ്ടേ പോവുള്ളൂ. അതോടുകൂടി നിശബ്ദമായി. പിന്നെ MLA സ്ഥാനാർക്ക് രാജിവെക്കണ്ട. K മുരളീധരൻ മാത്രം പറഞ്ഞു എന്താ അദ്ദേഹത്തിന്റെ മനസാക്ഷിമാരി ചെയ്യട്ടെ, അത്രയെങ്കിലും പറയാൻ ഒരാളുണ്ടായെന്നുള്ള സന്തോഷമുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും പിന്നെ മിണ്ടിയിട്ടേ ഇല്ല. TV ചാനലിനെയും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അപ്പൊ ഇതാണ് കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് കാണണം, ഇതൊക്കെ ഒന്ന് പറയണം എന്ന് എനിക്ക് തോന്നി. എനിക്ക് പല സംഗതികളും അറിയാം, പലതും അറിയാം. പക്ഷെ ഈ പറഞ്ഞ മാതിരി പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയണു അവര്. പക്ഷെ അതൊക്കെ തെറ്റാണ്. എന്നോട് പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിതൊന്നും പറയാണ്ടിരുന്നത് പിന്നെ എനിക്ക് തോന്നി സ്ത്രീകളുടെ വിഷയമാണ്, അത് പറയാൻ ഒരു പെണ്ണിന് തന്നെയേ പറ്റുള്ളൂ. ആണുങ്ങളല്ല കൂടുതൽ പറയേണ്ട, പെണ്ണുങ്ങൾ തന്നെയാ പറയേണ്ടതെന്ന് എനിക്ക് തോന്നിയോണ്ടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. ഇനിയും വരുന്നുണ്ടെന്ന് പറയുന്ന നിൽക്കണം തെളിവുകൾ. എന്താണെന്ന് എനിക്കറിയില്ല, അതിലേക്ക് ഞാൻ കടന്നു പോയിട്ടില്ല. കാരണം ഇപ്പൊ TV കണ്ടിട്ടാണ് നമുക്കൊക്കെ ഒരു എന്താ പറയാ ഈ വിവരങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അറിയുന്നത്. ഇനിയിപ്പോ കാണാം, ഇന്നും നാളെ കേട്ട് കേൾക്കുന്നുണ്ട് ഞാൻ അങ്ങനത്തെ വരണമെന്നില്ല. എത്ര കാലം ഇവര് സംരക്ഷിക്കും? ആർക്ക്? എന്തുകൊണ്ട്? ഒരു സ്ത്രീകൾ, ഞാനിപ്പോ കുറച്ചു നാളായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. ഇപ്പൊ സിനിമാ രംഗത്ത് എത്ര സ്ത്രീകൾ പരാതി പറഞ്ഞു. അതിൽ കുറെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവാം, നല്ല ആൾക്കാരും ഉണ്ടാവാം. പക്ഷെ ആ സ്ത്രീകൾ മുഴുവൻ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ മോശക്കാരാ. അപ്പൊ ആ രീതിയിൽ ഇനി കാര്യങ്ങൾ പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയോണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാലോ BJPയുടെ ഒരു ഇത്, പ്രത്യേകിച്ച് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്നാൽ ഏറ്റെടുക്കുക തന്നെ ചെയ്യും BJP. കേരളത്തിലെ നേതാക്കൾ തന്നെയാണ്. കേരളത്തിലും ഉണ്ട്, ഡൽഹിയിലും ഉണ്ട്. കാരണം ഇവിടെ നിന്ന് പിടിച്ചു പോയാൽ എവിടെ എത്തും എന്നറിയില്ല. ഏറ്റവും മുകളിലേക്ക് എത്തിയാലോ ഒന്നും നിശ്ചയിക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും ഉണ്ട് അതില്. ഇതിൽ പറയുന്ന പല നേതാക്കന്മാരും ഞാൻ കുഞ്ഞുനാളോട്ട് കണ്ടിട്ടുള്ളതാണ്. ഇവരെ സ്വഭാവം എനിക്കറിയുന്ന മാതിരി വേറെ ആർക്കും അറിയില്ല.
എല്ലാവരും അറിയരുത്. അല്ല, BJP ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്ന്, തെരഞ്ഞെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെടില്ല എന്നുള്ളതാണ്. പക്ഷെ ആ പേര് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനാണ് ഇവർ നിൽക്കുന്നത്. അത് പേര് പറയാ, അപ്പൊ ആൾക്കാർക്കൊന്നും തോന്നുന്നല്ലോ ഓഹ് എന്തൊരു സ്നേഹമുള്ളവര്, കാരണം ഇവിടെ പൈസ ഇനിയും ചെലവാവും അങ്ങനെ എങ്ങനെയൊക്കെ പറയുമ്പോ അപ്പൊ ജനങ്ങൾക്കൊരു വിശ്വാസം വരുമല്ലോ അക്കാര്യത്തിൽ. അതിനുവേണ്ടി മാത്രം പറയണം. അതുകൊണ്ടൊന്നുമല്ല, ഇതൊന്നുമല്ല കാര്യം. പലരുടെയും തല പോകുന്നുള്ളതുകൊണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഒന്നും നോക്കാനില്ല പറയാൻ. ആളെല്ലാം കൈവിട്ട് നിൽക്കുകയല്ലേ. അപ്പൊ എന്ത് വേണമെങ്കിലും ആള് പറയാം. നമുക്ക് പറയാം ആൾക്ക് മനസ്സിന്റെ വിഷമം. ഒന്നുമല്ല, ആളുടെ കയ്യിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് എന്ന് ഞാൻ കേട്ടു തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പിന്നെ ഇത് അതിന്റെ കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ കോൺഗ്രസ് പാർട്ടി അവർ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് മൊത്തം ഇപ്പൊ കേരളത്തിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ സ്ത്രീകളുടെ ഇതിന്റെ ഒരു കാര്യമാണ്. ഇതൊന്നും എന്നിട്ട് ഇനി സ്ത്രീകൾക്ക് നീതി കിട്ടുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല. നീതി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് എങ്ങനെ പോകും നമുക്ക് പറയാൻ പറ്റും. അല്ല, അവർക്കിതിങ്ങനെ തുടർന്നോണ്ട് പോകണല്ലേ നല്ലത്. രാജിവെക്കാതെ നിന്നാൽ എന്താ പറയണ്ടേ, ഒന്നും കൂടി മോശമായി പോവും കാര്യങ്ങള്. രാജി ആവശ്യം വരും. പിന്നെ അതിന്റെ അവർക്കത് വേണം. അത് കാരണം അവർ മിണ്ടില്ലേ. അവർക്കിനി മിണ്ടണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ സൈലന്റ് ആയാൽ ചിലപ്പോൾ അവർ മിണ്ടുമായിരിക്കും, എനിക്കറിയില്ല. ഞാനും ഇതന്നെ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഇവര് ഇതാവാത്തത്. അല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ. പിന്നെ അവർക്ക് പാലക്കാട് ഒരു ഇലക്ഷൻ വരിക എന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം അതിന്റെ ഗുണം അവർക്ക് കിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് കാര്യമില്ലാത്ത കാര്യത്തിൽ പോയി കൈയിടേണ്ട കാര്യം എന്താണെന്ന് അവരും തോന്നിയിട്ടുണ്ടാവും. അല്ല, നമ്മുടെ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ശ്രീ VD സതീശൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പരാതി കിട്ടിയെന്നും പറയുന്നുണ്ട്. എന്നാന്നൊന്നും ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ കുറച്ച് മുമ്പാണെന്ന് നമുക്ക് സംസാരത്തിന് മനസ്സിലായി. അത് കിട്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ഞാൻ നടപടി എടുത്തു. എന്ത് നടപടി? ഇങ്ങനെ 2-3 കാര്യങ്ങളല്ലേ നടപടി ചെയ്യാൻ പറ്റുള്ളൂ. ലീഗലായിട്ട് ആരെങ്കിലും അറിയിച്ചോ, അല്ലെങ്കിൽ KPC പ്രസിഡന്റിനെ അറിയിച്ചോ, ACC അറിയിച്ചോ? ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്ത് നടപടി? അത് ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കടമയില്ല.